നെപ്പോട്ടിസം കൊടികുത്തി വാഴുന്ന ഒരു ഇൻഡസ്ട്രി. വർഷങ്ങളായി ഇൻഡസ്ട്രിയെ ഭരിക്കുന്ന സൂപ്പർ താരങ്ങളും അവരുടെ പിൻതലമുറക്കാരും തങ്ങളുടേതെന്ന് സ്വയം പ്രഖ്യാപിച്ചയിടത്തേക്ക് സിനിമയുമായി യാതൊരു പാരമ്പര്യവുമില്ലാതെ അയാൾ കടന്നുവരുന്നു. സിനിമയോട് കടുത്ത മോഹമുണ്ടായിരുന്ന അയാൾ സംവിധായകനാകാൻ കൊതിച്ചെത്തി ഒടുവിൽ ക്യാമറയുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു. മികച്ച സിനിമകളും കഥാപാത്രങ്ങളും തുടർച്ചയായി നൽകി തന്റെ അഭിനയ മികവ് തെളിയിച്ചപ്പോൾ നാച്ചുറൽ സ്റ്റാർ എന്ന് ആരാധകർ അയാളെ വിളിച്ചു. നടൻ നാനി ഇന്ന് തെലുങ്ക് സിനിമയുടെ ബ്രാൻഡാണ്. തനിക്കൊപ്പമുള്ളവർ കൊമേഴ്ഷ്യൽ സിനിമകളെ മാത്രം മുന്നം വെച്ച് പോയപ്പോൾ നാനി നീന്തിയത് ആ ഒഴുക്കിനെതിരെയാണ്. ഹിറ്റ് 3-ൽ ഒരു ഡയലോഗുണ്ട്, നിനക്കിവിടെ സർവൈവ് ചെയ്യാനാകില്ല എന്നൊരാൾ പറയുമ്പോൾ കരിയറിന്റെ തുടക്കം മുതൽ ഞാനിത് കേൾക്കുന്നുണ്ട് എന്ന് നാനി തിരിച്ചു പറയുന്നുണ്ട്. അത് ചിത്രത്തിലെ കഥാപാത്രത്തിന് മാത്രമല്ല, നാനി എന്ന അഭിനേതാവിനെ കൂടി മനസ്സിൽ കണ്ടെഴുതിയതാണെന്ന് മനസ്സിലാകും. ബോക്സ് ഓഫീസിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ നാനി സിനിമകൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. തുടർച്ചയായി 4 വമ്പൻ ഹിറ്റുകളാണ് നാനി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ഇതിൽ 3 100 കോടി ക്ലബും ഉൾപ്പെടും. ശ്രീകാന്ത് ഓടല സംവിധാനം ചെയ്ത ദസറയാണ് 100 കോടി ക്ലബിലെത്തിയ ആദ്യ നാനി സിനിമ. 38 കോടിയായിരുന്നു ദസറ ആദ്യ ദിനം സ്വന്തമാക്കിയത്. മികച്ച പ്രതികരണം നേടിയ സിനിമയിലെ നാനിയുടെ പ്രകടനം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 121 കോടിയാണ് ദസറ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ഷൈൻ ടോം ചാക്കോ, കീർത്തി സുരേഷ്, ദീക്ഷിത് ഷെട്ടി, സമുദ്രകനി എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. അതുവരെ കണ്ടു ശീലിച്ച നാനി സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു റോ ആക്ഷൻ സിനിമയായിരുന്നു ദസറ. തൊട്ടു പിന്നാലെ എത്തിയ ഹായ് നാന എന്ന റൊമാന്റിക് ഡ്രാമ ചിത്രവും ബോക്സ് ഓഫീസിൽ കുതിച്ചു കയറി. 75 കോടിക്ക് മുകളിലാണ് ചിത്രം വാരിക്കൂട്ടിയത്. നവാഗതനായ ശൗര്യവ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ചിത്രത്തിലെ ഗാനങ്ങളും നാനിയുടെയും മൃണാൾ താക്കൂറിന്റെയും പ്രകടനങ്ങളും ചർച്ചയായിരുന്നു. ഹിഷാം അബ്ദുൾ വഹാബാണ് സിനിമയ്ക്കായി സംഗീതമൊരുക്കിയത്. വിവേക് ആത്രേയ ഒരുക്കിയ സരിപോത ശനിവാരമാണ് ബോക്സ് ഓഫീസിൽ വീണ്ടും നാനിയുടെ ശക്തി എടുത്തു കാണിച്ച ചിത്രം. ഒരു പക്ക മാസ് ആക്ഷൻ ചിത്രമായി ഒരുങ്ങിയ സരിപോത ശനിവാരം നാനിയുടെ രണ്ടാമത്തെ 100 കോടി പണമായി. ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ 19.75 കോടിയിൽ തുടങ്ങിയ സിനിമ 100 കോടി വാരിക്കൂട്ടിയിട്ടാണ് തിയേറ്റർ വിട്ടത്. ചിത്രത്തിലെ നാനിയുടെയും എസ് സൂര്യയുടെയും പ്രകടനം ഏറെ കയ്യടി വാങ്ങിയിരുന്നു. ചിത്രത്തിനായി ജേക്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം വലിയ തരംഗമായിരുന്നു ഉണ്ടാക്കിയത്. പ്രിയങ്ക മോഹൻ, സായ് കുമാർ, അതിഥി ബാലൻ, അഭിരാമി തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. ശൈലേഷ് കോളാനു സംവിധാനം ചെയ്ത ഹിറ്റ് 3 ഇപ്പോൾ തിയേറ്ററിലെത്തിയ നാനി ചിത്രം. മെയ് 1 ആഗോള റിലീസായി എത്തിയ ചിത്രം പുറത്തിറങ്ങി 4 ദിവസം കൊണ്ട് ആഗോള ഗ്രോസ് കളക്ഷനിൽ 101 കോടി പിന്നിട്ടു. ആദ്യ വീക്കെൻഡിൽ നിന്ന് തന്നെ 100 കോടി ക്ലബിലെത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഈ നാനി ചിത്രം. ദസറ, സരിപ്പോത ശനിവാരം എന്നീ സിനിമകൾക്ക് ശേഷം 100 കോടി ക്ലബിലെത്തുന്ന നാനി ചിത്രമാണ് ഹിറ്റ് 3. ആദ്യ ദിനം 43 കോടി നേടിയ ചിത്രം രണ്ടാം ദിനം 19 കോടിയും മൂന്നാം ദിനം 20 കോടിയുമാണ് നേടിയത്. 4ാം ദിനത്തിലും 19 കോടി ഗ്രോസ് കളക്ഷൻ നേടിയാണ് ചിത്രം 101 കോടിയിലെത്തിയത്. ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന നാനി ചിത്രം കൂടിയാണിത്. ഇന്ത്യക്ക് പുറമെ വിദേശത്തും ഗംഭീര ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചിത്രം നടത്തുന്നത്. ആദ്യ വീക്കെൻഡ് കൊണ്ട് തന്നെ ചിത്രം മുടക്കുമുതൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. വമ്പൻ ലാഭമാണ് ചിത്രത്തിന് എല്ലാ മാർക്കറ്റിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദസറയ്ക്ക് ശേഷം ശ്രീകാന്ത് ഓടല സംവിധാനം ചെയ്യുന്ന ദി പാരഡൈസ് ആണ് ഇനി പുറത്തിറക്കാനുള്ള നാനി ചിത്രം. ചിത്രത്തിന്റെ ഗ്ലിംസ് അണിയറ പ്രവർത്തകർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. മികച്ച പ്രതികരണമായിരുന്നു ഗ്ലിംസിന് ലഭിച്ചത്. വളരെ റോയായ ഒരു ആക്ഷൻ ചിത്രമാകും ദി പാരഡൈസ് എന്ന സൂചനയാണ് ടീസർ നൽകിയത്. അനിരുദ്ധാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത്. ചിത്രം 2026 മാർച്ച് 26 തിയേറ്ററിലെത്തും.